മാമോദീസ തൊട്ടിയിൽ തവളയെ കണ്ടപ്പോൾ ആദ്യം ആളുകളൊന്ന് അമ്പരന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ സംഭവം പിടികിട്ടി. അത് ഒറിജിനലല്ല. പിന്നീടുള്ള സംശയം മറ്റൊന്നായിരുന്നു. എന്തിനാണ് ഒരു മാമോദീസ തൊട്ടിയിൽ തവളയുടെ രൂപം കൊത്തിവെച്ചിരിക്കുന്നത് എന്നായിരുന്നു. അതറിയണമെങ്കിൽ ചരിത്രം മനസ്സിലാക്കണം. 12-13 നൂറ്റാണ്ടുകളിൽ നിർമ്മിക്കപ്പെട്ട ഫ്രാൻസിലെ നാർബോണിലുള്ള സെന്റ് പോൾ ബസിലിക്കയിലാണ് ആരെയും അതിശയിപ്പിക്കുന്ന ഈ കാഴ്ചയുള്ളത്. 3-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മിനറിൽ നിന്നെത്തിയ സെന്റ് പോൾ സെർജിയസ് ലാക് ഡി ബാഗിലെ മത്സ്യത്തൊഴിലാളികളെ യേശുവിൻ്റെ സുവിശേഷം അറിയിക്കാൻ ഇവിടേക്ക് എത്തിയതായിരുന്നു. എന്നാൽ അദ്ദേഹത്തോട് അവർ വളരെ മോശമായിട്ടായിരുന്നു പെരുമാറിയത്. അവർ ഒരു കല്ല് ചൂണ്ടിക്കാട്ടി ഇതൊരു ബോട്ടാക്കി മാറ്റൂ എന്ന് പറഞ്ഞ് വിശുദ്ധനെ പരിഹസിച്ചു. എന്നാൽ അന്നവിടെ വലിയൊരു അത്ഭുതം സംഭവിക്കുകയായിരുന്നു. കല്ല് ഒരു ബോട്ട് പോലെ നീങ്ങാൻ തുടങ്ങി. എന്നാൽ മിഷണറിക്ക് ഒരു ബോട്ട് എങ്ങനെ ഓടിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ കല്ലിൽ കയറാൻ ആദ്യം അദ്ദേഹം ഒന്ന് മടിച്ചു. അപ്പോഴായിരുന്നു മറ്റൊരത്ഭുതം സംഭവിക്കുന്നത്. ഒരു തവള അതിലേക്ക് ചാടി അദ്ദേഹത്തിന് മറുവശത്തേക്ക് എത്താൻ സഹായിക്കുകയായിരുന്നു. ഇതാണ് ഇത്തരത്തിൽ ബസിലിക്കയിലെ മാമോദീസ തൊട്ടിയിൽ തവളയുടെ രൂപം നൽകിയതിൻ്റെ പിന്നിലെന്ന് പറയപ്പെടുന്നു. ഒരുപാട് ചരിത്രങ്ങൾ ഈ സംഭവത്തോടനുബന്ധിച്ച് പറയുന്നുണ്ടെങ്കിലും പ്രധാനമായും കല്ല് ബോട്ട് പോലെ നീങ്ങിയ സംഭവമാണ് അറിയപ്പെടുന്നത്. ആദ്യം കാണുന്ന ഒരാൾക്ക് അത്ഭുതം തോന്നുന്ന ഈ കാഴ്ചയ്ക്ക് പിന്നിലുള്ള ചരിത്രത്തെക്കുറിച്ച് അറിയുമ്പോൾ ദൈവം ഒരു തവളയുടെ രൂപത്തിൽ പോലും ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം.